മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ കരട് ലിസ്റ്റ് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രദേശവാസികൾ. സർക്കാർ പുറത്തുവിട്ട പട്ടികയിൽ അർഹതയുള്ളവർ ഇല്ല എന്നും ടൗൺഷിപ്പിനുള്ള സ്ഥലം ഏറ്റെടുക്കുക പോലും ചെയ്യാതെയുള്ള പട്ടിക എന്തിനാണ് ആണ് ഈ ദുരിതബാധിതരുടെയൊക്കെ ചോദ്യം. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് ചൂരൽമല ആക്ഷൻ കമ്മിറ്റികളുടെ തീരുമാനവും. അർജുൻ PS വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഈ പുനരധിവാസം സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാർ പഴി കേട്ടുകൊണ്ടിരിക്കുന്ന നാളുകൾ കൂടിയാണ്. വലിയ വായിൽ പുനരധിവാസം ഉറപ്പ് എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈ നിവാസികളും ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടുന്നു. അവർക്കിത് വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഇത് 2-3 ദിവസമായി കരട് ലിസ്റ്റ് പുറത്തിറങ്ങിയിട്ട് പക്ഷേ യാതൊരു വിധത്തിലുള്ള മറുപടിയും ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോ നൽകുന്നില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. CPM-ന്റെ ആളുകളടക്കം വലിയ രീതിയിൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. കൃത്യമായി തന്നെ ഈ ഒരു വിഷയം പറയുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നമുക്കിവിടെ നോക്കാൻ കഴിയുമ്പോൾ കാണുന്നത് 308 കുടുംബങ്ങളാണ് ആ ഈ ലിസ്റ്റിലുള്ളത്. എന്നാൽ അതിൽ 308 കുടുംബങ്ങളിൽ 17 കുടുംബങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ കുടുംബങ്ങളിൽ നിന്നും ആരും അവശേഷിക്കുന്നില്ല. ഈ ആരും അവശേഷിക്കാത്ത ആളുകൾക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് ബാക്കിയുള്ളവർ ചോദിക്കുന്നത്. കാരണം അവിടെ ആരുമില്ല, എല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞു. സ്വാഭാവികമായും അവർക്ക് ഇത്തരത്തിൽ ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഈ ഒരു ലിസ്റ്റിലേക്ക് കയറാനുള്ള സാധ്യത വളരെ ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവരെ പക്ഷേ ഇതിന് മറുപടിയായി പറയുന്നത് ഇത് കരട് ലിസ്റ്റ് ആണെന്നാണ്. കരട് ലിസ്റ്റ് ആണെങ്കിൽ കൂടിയും 4 മാസത്തിന് ശേഷമാണ് ഒരു കരട് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു സാധാരണ ഒരു കരട് ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ 1-2 മാസം മതി. അതും കഴിഞ്ഞ് 4 മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു കരട് ലിസ്റ്റ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ അതിൽ അടിമുടി പിഴവാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, ഇത്തരത്തിൽ 17 കുടുംബങ്ങൾ, ഒരാൾ പോലും അവശേഷിക്കാത്ത 17 കുടുംബങ്ങൾ അവിടെ ഉണ്ടാകുന്നു. മാത്രമല്ല ഒരാളുടെ പേര് തന്നെ നിരവധി തവണ ഇരട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ലിസ്റ്റിൽ തന്നെ ഒരാളുടെ പേര് മറ്റു സ്ഥലത്തും, ഒരാൾ ആദ്യം 16 നമ്പറിലുള്ള ആളിനെ പിന്നീട് 28 നമ്പറിലും ഇദ്ദേഹത്തിന്റെ പേര് തന്നെ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി പേരുടെ 10-ലധികം പേരുടെ പേരുകളാണ് ഇത്തരത്തിൽ ഇരട്ടിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ലിസ്റ്റിൽ അർഹതയില്ലാത്തവർ കുറെ പേർ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പ്രദേശവാസികൾ അടക്കമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ നിരവധി പേർ ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട്. എന്നാൽ അർഹതയുള്ളവരാവട്ടെ ഇതിൽ കടന്നുകൂടിയിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയുമുണ്ട്. ഇപ്പോഴും ഇവർ താമസിക്കുന്നത് ഈ ഇത്തരത്തിൽ നമ്മൾ പറയുന്ന വാടക വീടുകളിലും അതുപോലെ തന്നെ ബന്ധുവീടുകളിലുമാണ്. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല. ഈ ടൗൺഷിപ്പ് പദ്ധതിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കരട് ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്ഥലം ഏറ്റെടുക്കുവാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. അത്തരത്തിൽ സ്ഥലം ഏറ്റെടുക്കുവാൻ 2 കമ്പനികളെ ഇവർ സമീപിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ഭൂമി ഏറ്റെടുക്കുക, അതായത് ഒരു 2 സ്വകാര്യ കമ്പനികളുടെ ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വന്നിരുന്നു. പക്ഷെ അതെല്ലാം ഈ കോടതിയിൽ കേസിൽ നിൽക്കുന്ന ആ സ്ഥലങ്ങളാണ് സർക്കാർ നോക്കിയിട്ടുള്ളത്. പക്ഷെ ഇതുവരെയും ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു കരട് ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ കരട് ലിസ്റ്റിനോട് താല്പര്യമില്ല, ഈ കരട് ലിസ്റ്റ് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ അടക്കം പറയുന്നത്. ശരി അർജുൻ.